ഹലോ. നമ്മളെപ്പറ്റി ആളുകൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, നമുക്ക് നല്ല അഭിനന്ദനങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് മറന്നുപോകും. അതേസമയം ആരെങ്കിലും നമ്മളെപ്പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇടയ്ക്കിടയ്ക്ക് അത് മനസ്സിലിങ്ങനെ ഓർത്തെടുക്കും. എന്നാലും അവരതങ്ങനെ പറഞ്ഞല്ലോ, അയ്യോ ഞാൻ അങ്ങനെയാണോ, അതിങ്ങനെ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെയാണോ? ഞാൻ അങ്ങനെയാണ്. എത്ര നല്ല കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു നെഗറ്റിവിറ്റി ആരെങ്കിലും പറഞ്ഞാൽ അതിങ്ങനെ മനസ്സിൽ വയ്ക്കും. അപ്പം ഞാനിത് എന്തുകൊണ്ടാണ് എന്നിങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത സമയത്ത് ഒരു ബുക്ക് വായിച്ചപ്പോൾ എനിക്കതിൻ്റെ ഒരു മറുപടി കിട്ടി. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകത്തിനകത്ത് പറയുന്നത്, ഇങ്ങനെ നമ്മൾ ഈ വിമർശനത്തെ എപ്പോഴും മനസ്സിലിട്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ടാണ്, നമ്മുടെ തലച്ചോറിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ടാണ്. അതിനെ നെഗറ്റിവിറ്റി ബയസ് എന്നാണ് മനഃശാസ്ത്രത്തിൽ വിളിക്കുന്നത്. മനുഷ്യൻ്റെ ഒരു പഴയ സെറ്റിംഗ് ആണത്. അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രെയിൻ ഡിസൈൻ. അതായത് നമ്മുടെ പൂർവികർ, നമുക്ക് മുമ്പുള്ള ആളുകൾ, കാട്ടിൽ ജീവിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഏറ്റവും പൂർവികർ, അവർ കാട്ടിൽ ജീവിക്കുമ്പോൾ അവരെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്, അവരെപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താണ്, വല്ല വന്യമൃഗങ്ങളും വരുമോ, അവരിങ്ങനെ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കും. അതിൽ നിന്നും രക്ഷപ്പെടാൻ വളരെ ശ്രദ്ധ ആ നെഗറ്റീവ് കാര്യങ്ങൾ കൊടുക്കുന്നു. അതുപോലെ ഏതെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമോ, അപ്പം ഇതിനെയെല്ലാം ഭയന്ന്, അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ഈ കാര്യങ്ങളെ ഇങ്ങനെ ശ്രദ്ധിച്ച് കൂടുതൽ ശ്രദ്ധ അതിന് കൊടുത്ത് അങ്ങനെ ജീവിച്ചു വന്നു. അത് അന്നത്തെ ആവശ്യമായിരുന്നു, അന്നത്തെ അതിജീവന തന്ത്രമായിരുന്നു അത്. പക്ഷെ മനുഷ്യൻ്റെ തലച്ചോറ് അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. ഇന്ന് പരിണാമമൊക്കെ വന്നു, ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നെങ്കിലും ആ ശീലം വലിയ മാറ്റമൊന്നും ഇല്ലാതെ ഇപ്പോഴും തുടരുകയാണ്. അങ്ങനെ നമ്മുടെ തലച്ചോറ് നെഗറ്റീവ് കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതാണ് ഒരു റീസൺ. അതുപോലെ തന്നെ നെഗറ്റീവ് അനുഭവങ്ങൾ നമ്മുടെ തലച്ചോറിൻ്റെ അമിഗ്ഡല എന്ന ഭാഗത്തെ പെട്ടെന്ന് അങ്ങ് ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ആ അനുഭവം ഒരു ദീർഘകാല ഓർമ്മയായിട്ട് മാറാൻ ഇടയാകും. അപ്പം നമ്മുടെ ബ്രെയിനാണ് ഒരു പ്രധാനപ്പെട്ട റീസൺ. പിന്നെ പലപ്പോഴും വിമർശനം, ആളുകൾ നമ്മളെ വിമർശിക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മുടെ വ്യക്തിത്വത്തെയൊക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരുടെയും ഒരു ആഗ്രഹമാണ് മറ്റുള്ളവരെന്നെ ഇഷ്ടപ്പെടണം, അംഗീകരിക്കണം. എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതൊരു മനുഷ്യൻ്റെ ഒരു ആവശ്യമാണ്, മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. അതല്ല, അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാലും അതാണ് സത്യം. പക്ഷേ ഈ വിമർശനം വരുമ്പോൾ ഇതിനൊരു ഭീഷണിയായിട്ടാണ് വരുന്നത്. അപ്പം നമ്മളെക്കുറിച്ച്, പിന്നെ അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് നമ്മളൊരു പോസിറ്റീവ് ഇമേജ് വെച്ചിട്ടുണ്ട്. ഞാൻ നല്ലയാളാണ്, ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെയാണ് എന്നൊക്കെ ഒരു ഇമേജ് നമ്മൾ തന്നെ വെച്ചിട്ടുണ്ട്. അതിനെ ഒരു പോറലേൽക്കുകയാണ്. ആ വിമർശനം വരുമ്പോൾ, അതിനൊരു മാറ്റം വന്നു, എൻ്റെ പോസിറ്റീവ് ഇമേജിനെ ബാധിക്കുന്നുണ്ടല്ലോ, അതിന് പോറലേൽക്കുമ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ വിമർശനത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മളെക്കുറിച്ചൊരു ഇൻസെക്യൂരിറ്റി ആണെങ്കിൽ, നമുക്ക് നമ്മളെ തന്നെ ഒരു മതിപ്പില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ, ഒരാൾ ചെറുതായിട്ടൊന്ന് വിമർശിക്കും, ഒരു ചെറിയ കമൻ്റ് ആണെങ്കിൽ പോലും അത് വലുതായിട്ട് നമുക്ക് തോന്നും. നമ്മളിൽ നമുക്ക് വിശ്വാസം ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ഇൻസെക്യൂരിറ്റി, അതും ഒരു കാരണമാണ്. അതുപോലെ തന്നെ പ്രശംസ കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, ഞാനിപ്പോൾ ഓക്കെയാണ്. പ്രശംസ കിട്ടിയാൽ നമ്മൾ എന്തായിരുന്നു, ഒരു താങ്ക്സ് പറയും, അതങ്ങ് വിടും. അതിനെക്കുറിച്ച് വലുതായിട്ട് ചിന്തിക്കുന്നില്ല. അവരെന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്തത്, എന്ത് ക്വാളിറ്റിയാണെന്നൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. ഒരു താങ്ക്സും പറഞ്ഞ് നമ്മൾ അതങ്ങ് വിടും. പക്ഷേ ഒരു വിമർശനം കിട്ടിയാലോ, അയാൾ അങ്ങനെ പറയാൻ എന്തായിരിക്കും കാരണം, ഞാൻ ശരിക്കും അങ്ങനെയാണോ, മറ്റുള്ളവരും അങ്ങനെ തന്നെയാണോ എന്നെപ്പറ്റി ചിന്തിക്കുന്നത്, ഇങ്ങനെ നമ്മൾ ആവർത്തിച്ച് ആലോചിക്കും. നമ്മൾ ആവർത്തിക്കുന്നത് എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം അതൊരിക്കലും നമ്മൾ മറക്കില്ല. പിന്നെ അതുപോലെ നമ്മളെ ഒരാൾ പ്രശംസിക്കുമ്പോൾ നമ്മളങ്ങ് സംശയിക്കും. ഒരാൾ നമ്മളോട് നന്നായിരിക്കുന്നു അല്ലെങ്കിൽ ഇതെന്ന് പറയുമ്പം നമ്മൾ ചിലപ്പം ചിന്തിക്കും, അത് വെറുതെ സുഖിപ്പിക്കാൻ പറഞ്ഞതാണ്, നമ്മളിങ്ങനെ ആദ്യം ആൾ ശരിക്കും പറഞ്ഞതായിരിക്കുമോ, ഞാൻ അങ്ങനെയാണോ, ചുമ്മാ പറഞ്ഞായിരിക്കും, സുഖിപ്പിക്കാൻ പറഞ്ഞായിരിക്കും. പക്ഷേ വിമർശനം വരുമ്പോൾ നമ്മളെന്താണ്, ഇതിലെന്തോ കാര്യമുണ്ട്. അത് കൂടുതൽ തവണ ഇങ്ങനെ മനസ്സിൽ ആവർത്തിക്കും, അതിങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കും. പിന്നെ വിമർശനം കേൾക്കുമ്പോൾ നമുക്ക് നാണക്കേട്, ദേഷ്യം, സങ്കടം, ഇങ്ങനെയൊക്കെയുള്ള ശക്തമായ വികാരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഈ വികാരങ്ങൾ നെഗറ്റീവ് വികാരങ്ങളാണ്. ഇതൊക്കെ വരുമ്പോൾ കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ രാസവസ്തുക്കൾ നമ്മുടെ തലച്ചോറിലുണ്ടാവും. അത്
നമ്മുടെ തലച്ചോറിലെ ഇങ്ങനെ ആ ഓർമ്മകൾ ആഴത്തിൽ പതിപ്പിക്കാൻ ഈ കെമിക്കൽസിൻ്റെ ഉൽപ്പാദനം ഇടയാക്കും. ഈ വികാരങ്ങൾ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഓർമ്മയും ഇങ്ങനെ ശക്തമായിക്കൊണ്ടിരിക്കും. ഇതിനെ ഇമോഷണൽ ടാഗിങ് എന്നാണ് പറയുന്നത്. നമുക്ക് പ്രശംസ, ഒരാൾ നമ്മളെ പ്രശംസിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് മൈൽഡാണ്, കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും. അപ്പോൾ സൈക്കോളജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു നെഗറ്റീവ് അനുഭവം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഇമ്പാക്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ 5 പോസിറ്റീവ് അനുഭവങ്ങളെങ്കിലും വേണം. അപ്പോൾ നമ്മുടെ ഈ നെഗറ്റീവ് അനുഭവത്തിൻ്റെ ആ ശക്തി ഒന്ന് കുറയും. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ഒരാൾ നമ്മളെ വിമർശിക്കുമ്പോൾ, കുറ്റം പറയുമ്പോൾ അത് സത്യമാണോ, അതിലെന്തെങ്കിലും മാറ്റം വരുത്തണോ, അതിലെന്തെങ്കിലും കഴമ്പോ ഉണ്ടെങ്കിൽ അതൊന്ന് തിരുത്താൻ തയ്യാറാകുക. പക്ഷേ എല്ലാ വിമർശനവും ഒന്നും സത്യമല്ലെന്ന് കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഒരു വിമർശനം കിട്ടുമ്പോൾ, ഒരു കുറ്റപ്പെടുത്തൽ കിട്ടുമ്പോൾ, ഒരു നെഗറ്റീവ് അംഗീകാരം കിട്ടുമ്പോൾ മനഃപൂർവ്വം 3 നല്ല കാര്യങ്ങളെങ്കിലും സ്വയം ഓർത്തെടുക്കണം. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ, ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പ്രശംസകൾ, ആരെങ്കിലും നിങ്ങളോട് നന്ദി പറഞ്ഞത്, ഇങ്ങനെ ഈ പ്രശംസ കിട്ടിയതൊക്കെ ഒന്ന് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കണം. അതിന് പ്രൈസ് ജേർണൽ എന്ന് പറയും, പ്രൈസ് ജേർണൽ. അപ്പോൾ പ്രൈസ് ജേർണൽ എഴുതി വെച്ചാൽ, ഒരു ബുക്കെടുത്തിട്ട് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ്, നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രശംസകൾ, നല്ല വാക്കുകൾ, ഇതൊക്കെ ഒന്ന് ഓർത്തെഴുതി ഒരു പ്രൈസ് ജേർണൽ ഉണ്ടാക്കി വെച്ചാൽ ഏതെങ്കിലും നെഗറ്റിവിറ്റി നമുക്ക് കിട്ടുമ്പോൾ അതൊന്നെടുത്ത് വായിക്കുക. അപ്പോൾ തലച്ചോറിനെ ഒന്ന് ഓർമ്മിപ്പിച്ച് കൊടുക്കുക, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇയാൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മാറ്റം വരുത്തില്ല. കാരണം നമ്മുടെ തലച്ചോറിന് സത്യമേതാ, തെറ്റേതാ, ശരിയേതാ, തെറ്റേതാ എന്നൊന്നും തിരിച്ചറിയാൻ, റിയൽ ഏതാ, ഫേക്ക് ഏതാന്നൊന്നും തിരിച്ചറിയാനുള്ള കഴിവില്ലെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അതൊന്നും മനസ്സിനെ ഓർമ്മിപ്പിച്ച്, ഈ തലച്ചോറിനെ ഒന്ന് ഓർമ്മിപ്പിച്ച് കൊടുക്കുക. ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള സർവൈവൽ ടെക്നിക്കാണ് നമ്മൾ ഇപ്പോഴും വെച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ കാട്ടിലല്ല ജീവിക്കുന്നത്. നമുക്കിപ്പോൾ പുലിയെ സിംഹത്തെ ഒന്നും പേടിക്കണ്ട. അപ്പം നമ്മുടെ ഈ ബ്രെയിൻ സെറ്റിംഗ് മനഃപൂർവ്വം നമ്മൾ തന്നെ മാറ്റിയെടുക്കണം. അപ്പോൾ പ്രശംസകൾ ഓർത്തെടുക്കുക. നെഗറ്റീവ് കിട്ടുമ്പോൾ നമ്മളുടെ നല്ല കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കുക, അതിൽ സന്തോഷം കൊള്ളുക. എങ്ങനെയായാലും നമ്മുടെ മനസ്സ് ഹാപ്പി ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം 100 പ്രശംസ കിട്ടിയാലും ഒരു വിമർശനം നിങ്ങളെ തളർത്തും എന്നുള്ളതൊന്ന് മാറ്റി എഴുതുക, ബ്രെയിൻ സെറ്റിംഗ് മാറ്റുക. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.